നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കേരള PSCയുടെ മുൻകാല പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളാണ്. പ്രിലിമിനറി എക്സാമിനേഷന്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അതുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് മുൻപ് ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം x/21 ഇൻറ്റു x/189 ഈസ് ഈക്വൽ ടു 1 എന്നതാണ് നമ്മുടെ ചോദ്യം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൊണ്ടെടുക്കാം. ഇതിൽ ഈ പറയുന്ന ന്യൂമറേറ്ററിലെ എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അവിടെ x² എന്നാണ് കിട്ടുക. അതേപോലെ തന്നെ ഈ ഡിനോമിനേറ്ററിലുള്ള 21ഉം 89ഉം ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ, ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് x² ഈസ് ഈക്വൽ ടു 21 ഇൻറ്റു 189 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി എക്സിൻ്റെ ടേമിലേക്ക് വരുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 21 ഇൻറ്റു 189 എന്നാണ് വരിക. ഇവിടെ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. പക്ഷേ അത് കുറേ ടൈം നമുക്ക് അവിടെ വേസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മനസ്സിലൂടെ ഒന്ന് ചിന്തിക്കുക. അവിടെ 21 എന്ന് പറയുന്ന ഈ ഒരു ചെറിയ നമ്പർ ഒന്ന് എടുക്കുക. എന്നിട്ട് അത് ഈ പറയുന്ന 189ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. അതായത് 189 വെച്ചിട്ട് ഈ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ 21ൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലൈൻ്റെ ഉത്തരമായിട്ട് വരുമോ 189 എന്ന് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി ജസ്റ്റ് ഇത്രയും നോക്കിയാൽ മതി. ഈ ഇവിടെ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇവിടുത്തെ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആണ്. സ്വാഭാവികമായിട്ടും ലാസ്റ്റ് ഡിജിറ്റ് 9 വരണമെങ്കിൽ 21നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ അവസാനത്തെ ഡിജിറ്റ് നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, 9 കിട്ടുകയുള്ളൂ എന്ന ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരുക. അങ്ങനെയാണെങ്കിൽ 21 ഇൻറ്റു 9 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക, 189 തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ക്വയർ റൂട്ടിനുള്ളിലുള്ള വാല്യൂസിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 21 ഇൻറ്റു 189 നമുക്ക് എങ്ങനെ എഴുതാം, 21 ഇൻറ്റു 9 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരു സ്ക്വയർ റൂട്ടിനുള്ളിൽ എക്സ് ഇൻറ്റു എക്സ് എന്നാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം എക്സ് ആണ്. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ 16 ഗുണിക്കണം 16 ആണ് വരുന്നതെങ്കിൽ 16 ആണെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ 21 ഇൻറ്റു 21 എന്നത് സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ 21 ആകുന്നു. നമുക്കറിയാം 9 ആണ്. 9ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 3 ആണ്. അപ്പോൾ 21 ഇൻറ്റു 3 എന്ന് കിട്ടുന്നു. ഫൈനൽ ആൻസറിലേക്ക് നമുക്കെത്താം. 63 എന്ന് നമുക്ക് ഇവിടെ ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 63 എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ കാൽക്കുലേഷൻസ് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന 21 അതുപോലെ തന്നെ 189ന് 21 ഇൻറ്റു 9 എന്ന് എഴുതുന്നത്. അതിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റൊരു എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 54 ഇൻറ്റു 216 എന്ന് പറയുന്ന ഈ ഒരു ടോട്ടൽ, ആ ഒരു മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ചെറിയ 54 എടുക്കുക. അത് ഈ പറയുന്ന 216 ഏതെങ്കിലും 54ൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ 216 എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ഇവിടെ 4 ആണ്, ഇവിടെ 6 ആണ് വരുന്നത്. അപ്പം നമുക്കറിയാം 4ൻ്റെ ഏത് മൾട്ടിപ്പിളിലാണ് 6 എന്ന് പറയുന്ന ഒറ്റാമത്തെ സംഖ്യ വരുന്നത്. അവിടെ 4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന 16 ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. അല്ലെങ്കിൽ 9 ഇൻറ്റു 4 അവിടെയും നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് ഡിജിറ്റായിട്ട് നമുക്ക് 6 കിട്ടും. അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിൻ്റെ അവസാനത്തെ ഡിജിറ്റ് നമുക്ക് 6 കിട്ടും. അപ്പോൾ 2 പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ 54നെ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 216 കിട്ടും. അല്ലെങ്കിൽ 54നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 216 കിട്ടും. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൂടെ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. 50 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 200 ആണ്. 50 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 450 മാറും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലെത്താം. 54 ഇൻറ്റു 4 ഒന്ന് ജസ്റ്റ് നോക്കുക, നമുക്കവിടെ 216 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന 216നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, സ്ക്വയർ റൂട്ട് ഓഫ് 54 ഗുണിക്കണം 54 ഗുണിക്കണം 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ 54 ഇൻറ്റു 54 എന്ന് പറയുന്ന സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ 54 എന്നാകും. സ്ക്വയർ റൂട്ട് ഓഫ് 4 നമുക്കറിയാം 2 ആണ്. ഇത് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന 54 ഇൻറ്റു 216ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ കിട്ടുന്ന വാല്യൂ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമുക്കിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 108 എന്ന് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ചും കൂടെ എളുപ്പമാക്കാം.
അല്ലാത്ത പക്ഷം നമുക്ക് 54 × 216 ചെയ്യുന്നു, അതൊരു വലിയ സംഖ്യയാണ് കിട്ടുക. അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോഴേക്കും പരീക്ഷയുടെ ടൈമും കഴിഞ്ഞു പോകും. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഒരു രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഇതിന് എളുപ്പമുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക. എൻ്റെ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ മുന്നിലേക്കൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ചോദ്യം ഉത്തരം 63. അടുത്ത ചോദ്യം 2/3-നും 3/4-നും ഇടയിലുള്ള സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 2/3 എത്രയാണ്, അതിൻ്റെ ഉത്തരം കിട്ടുക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുക 0.66 എന്നാണ് കിട്ടുക. ഇനി 3/4 എടുക്കുക. 3/4 എന്ന് പറയുമ്പോൾ 0.75 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് 0.66-ൻ്റെയും 0.75-ൻ്റെയും ഇടയിൽ വരുന്ന സംഖ്യ ഏതാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷനിലുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 5/7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5/7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 0.71 എന്നാണ് വരിക. അപ്പം നോക്കുക, 0.66-നേക്കാൾ വലുതാണ് 0.71, 0.75-നേക്കാൾ ചെറുതാണ് 0.71. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് ഏത് പരിഗണിക്കാം? 5/7 എന്നത് പരിഗണിക്കാം. ഇനി നമുക്ക് ഓപ്ഷൻ ബിയിലേക്കൊന്ന് പോകാം. ഇവിടെ 1/2 ആണ്, 0.5 ആണ്, 0.66-നേക്കാളും ചെറിയ സംഖ്യയാണ് വരുന്നത്. നമുക്ക് 0.66-ൻ്റെയും 0.75-ൻ്റെയും ഇടയിലുള്ള നമ്പറാണ് വേണ്ടത്. അതുകൊണ്ട് ഇതെന്താണ്? തെറ്റായിട്ട് വരും. ഇനി 2/5 എടുക്കുകയാണെങ്കിൽ 0.4 ആണ് വരുന്നത്. 3/2 ഒറ്റയടിക്കാൻ നമുക്ക് പറയാം 1ൻ്റെ മുകളിലുള്ള ഒരു വാല്യൂ ആണ് അവിടെ കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 5/7 ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 5/7 ആണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത് തന്നിരിക്കുന്ന ഈ ഒരു റേഷ്യോ രൂപത്തിൽ തന്നിരിക്കുന്ന, അല്ലെങ്കിൽ 2/3 അതുപോലെ തന്നെ 3/4 എന്ന രൂപത്തിൽ തന്നിരിക്കുന്ന അതിനെ നമ്മൾക്ക് എന്തിലേക്ക് മാറ്റി? ഡെസിമൽ ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നു. അങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയ ശേഷം ഓപ്ഷനിലുള്ളതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഇവിടെ തന്നിരിക്കുന്ന ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന നമ്പർ ഏതാണ്, നമ്മുടെ ഓപ്ഷനിലുള്ളത് ഏതാണ് അതിൻ്റെ ഇടയിൽ വരുന്നത് എന്ന് മനസ്സിലാക്കി അതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മൾ അടുത്തായിട്ട് വരുന്നത് മൂന്നാമത്തെ ചോദ്യമാണ്. -1/x = -7. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്ക് ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഈ 7നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ -1/7 = x എന്ന് വരും, -x എന്ന് വരും. ഈ മൈനസ് സൈനും ഇവിടുത്തെ മൈനസ് സൈനും എന്ത് ചെയ്യും? നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. മൈനസ് സൈനും അതുപോലെ തന്നെ ഈക്വൽ സൈനിന് ഇപ്പുറത്തുള്ള മൈനസ് സൈൻ നമുക്ക് എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പം നമുക്ക് x = 1/7 എന്നാണ് കിട്ടുക. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1/7 എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1/7. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി തന്നിട്ടുള്ളവയിൽ ഏറ്റവും വലുതേതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെസിമൽ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ഇതിനെ നമുക്ക് 0.7 എന്ന് എഴുതാം, ഇത് നമുക്ക് 0.8 എന്ന് എഴുതാൻ പറ്റും. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് 0.62 എന്ന് എഴുതാൻ പറ്റും, 0.62 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് 5/8 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 0.62 എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഇതിന് നമുക്ക് 0.75 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? ഈ പറയുന്ന 4/5 എന്താണ് ഏറ്റവും വലുതായിട്ട് വരുന്നത്, അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് 7/10 എടുക്കുക, അതുപോലെ തന്നെ 4/5 എടുക്കുക. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 7ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇതിൻ്റെ ഈ ഡിനോമിനേറ്ററും അതുപോലെ തന്നെ ഇവിടുത്തെ ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7 5 35 അതിവിടെ എഴുതുക. ഇനി ഈ പറയുന്ന ഈ 10ഉം ഇതും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 40 കിട്ടി. അപ്പോൾ ഇവിടെ ഇപ്പോൾ വലുതായിട്ട് കിട്ടിയിരിക്കുന്നത് 40 അതുകൊണ്ട് നമുക്ക് പറയാം 4/5 ആണ് 7/10-നേക്കാൾ വലുതെന്ന്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 7/10 നമുക്ക് ഡിലീറ്റ് ആക്കാം, കാരണം ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 5/8 കമ്പയർ ചെയ്യാം. അപ്പോൾ 4/5ഉം 5/8 കമ്പയർ ചെയ്യുന്നത്. 8ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടും. അതേപോലെ തന്നെ 5ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 25 കിട്ടും. അപ്പോൾ ഇതിൽ 32 വലുത്. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് പറയാം 5/8-നേക്കാൾ വലുത് ഏതാണ്? 4/5 ആണെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. 5/8 നമുക്ക് ഡിലീറ്റ് ആക്കാം. ഇനി 4/5ഉം 3/4ഉം കമ്പയർ ചെയ്യുക. 4ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 16, 5ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 15. ഇവിടെ 16 വലുത്. അതുകൊണ്ട് നമുക്ക് 4/5 ആണ് 3/4-നേക്കാളും വലുതെന്ന് പറയാം.
അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകൾ എടുക്കുന്നു. അതിൽ ബാക്കി വരുന്ന 3 ഓപ്ഷനേക്കാൾ വലുതേതാണ്? ഓപ്ഷൻ ബി ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം 4/5 ആണ് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ഏറ്റവും വലുത് എന്നതിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ്. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതി ഫോളോ ചെയ്യുക. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. 0.458 എന്നത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് അതിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ എയിൽ 4x10 + 5x10⁻² + 8x10⁻³ എന്നൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, ഒരു നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിലൊരു ഡെസിമൽ പോയിന്റ് ഉണ്ടായിരിക്കും. ആ ഡെസിമൽ പോയിന്റിൻ്റെ ഇങ്ങോട്ട് എന്തുണ്ടായിരിക്കും? നമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങോട്ട് നമ്മൾ നമ്പർ എഴുതും. ഇവിടെ ഡെസിമൽ പോയിന്റിൻ്റെ പുറകിലോട്ടുള്ളതിൻ്റെ ഓരോ നമ്പറിനും അതിൻ്റെതായിട്ടുള്ള പൊസിഷന് നമുക്ക് ഒരു വാല്യൂസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് നമ്മൾക്കറിയാം, നമ്മളുടെ ബേസ് സാധാരണ നമ്മൾ ചെയ്യുന്ന നമ്മുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഓരോ നമ്പറുകളും ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം നമ്മുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഡെസിമൽ പോയിന്റിൻ്റെ തൊട്ട് പുറകിലുള്ള നമ്പറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സ്ഥാനം നമ്മൾ പറയും ഒറ്റാമത്തെ നമ്പർ എന്ന് നമ്മൾ പറയും. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് 10ാമത്തെ നമ്പർ എന്ന് പറയും. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇതിപ്പോൾ ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് 10⁻⁴ പൊസിഷൻ നമ്പർ, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് 10⁻⁻⁴ പൊസിഷൻ നമ്പർ, അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് 10⁻², എന്ന് പറയും. പിന്നെ ഇത് 10⁻3, ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ട് പോകും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് 1, ഇത് 10, ഇത് 100, ഇത് 1000 എന്ന് പറയും. അതാണ് നമ്മൾ പറയുന്നത് ഒറ്റാമത്തെ നമ്പർ, ഇത് നമ്മൾ 10ാമത്തെ നമ്പർ, ഇത് നമ്മൾ 100ാമത്തെ ആ ഒരു നമ്പർ സിസ്റ്റത്തിലെ പൊസിഷൻ വെച്ച് നമ്മൾ പറയുന്നത്. ഇനി ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് 10⁻⁻1 ആണ്, 10⁻⁻2 ആണ്, 10⁻⁻2 ആണ്. ഇവിടെ 10⁻⁻3 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ 4, 5, 8 എന്നാണ് വരുന്നത്. ഡെസിമൽ പോയിന്റിന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 4 ഗുണിക്കണം 10⁻⁻1 കൂട്ടണം എന്നാണ് 5 ഗുണിക്കണം 10⁻⁻2 അതേ കൂട്ടണം 8 ഗുണിക്കണം 10⁻⁻3. ഇത് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 0.458 എന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഏതാണ് ഓപ്ഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പം 4 ഗുണിക്കണം 10⁻⁻1, 5 ഗുണിക്കണം 10⁻⁻2, 8 ഗുണിക്കണം 10⁻⁻3, അതെല്ലാം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 4.458 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി വേറൊരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് പറഞ്ഞുതരാം. അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇവിടെ നമ്മളിപ്പോൾ 458 എന്ന് എടുക്കുക, 458 എന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഡെസിമൽ പോയിന്റ് തൊട്ട് പുറകിലായിട്ട് ഒറ്റാമത്തെ ഡിജിറ്റാണ് 10⁻�0. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് 10⁻⁻1, തൊട്ട് പുറകിലായിട്ട് 10⁻⁻2 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക 8, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പറുകളില്ല, ഡെസിമൽ പോയിന്റ് പുറകിലാണ് ഇവിടെ ഇപ്പോൾ 8 വന്നിരിക്കുന്നത്. അപ്പോൾ 8 ഗുണിക്കണം 10⁻⁴ പ്ലസ് 5 ഗുണിക്കണം 10⁻1 കൂട്ടണം 4 ഗുണിക്കണം 10⁻². അപ്പോൾ ഇതെല്ലാം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 458 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഇവിടെ 458 പകരമായിട്ട് പോയിന്റ് 458 പകരമായിട്ട് 458 തന്നിരുന്നുവെങ്കിൽ അവിടെ വേണ്ടിയിരുന്നത് ഇതായിരുന്നു ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ കൂട്ടി നോക്കൂ, 8 ഗുണിക്കണം 10⁻⁴ എന്ന് പറയുമ്പോൾ 8 ഗുണിക്കണം 1 ആണ്. 10⁻⁴ അല്ലെങ്കിൽ 2⁻�0, അതിൻ്റെ എല്ലാം ഉത്തരം 1 ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ 8 ഗുണിക്കണം 1, അതായത് 8 വരും. അതേ കൂട്ടണം 5 ഗുണിക്കണം 10, അപ്പോൾ അവിടെ 50 വരും. 4 ഗുണിക്കണം 100, നമുക്കവിടെ 400 വരും. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 458 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ 458 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 4 ഗുണിക്കണം 10⁻⁻1, 5 ഗുണിക്കണം 10⁻⁻2, 8 ഗുണിക്കണം 10⁻⁻3, ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് 0.458 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ ആദ്യം തന്നെ അതിൻ്റെ പൊസിഷൻസ് എന്ന് മനസ്സിലാക്കി വെക്കണം. ഡെസിമൽ ഡിജിറ്റ് അതിൻ്റെ പുറകിലായിട്ട് 10⁻�0th പൊസിഷൻ, പുറകിലായിട്ട് 10⁻⁴ ആണ്, പിന്നെ അതിന് തൊട്ട് പുറകിൽ 10⁻², ഇതിങ്ങനെ തുടർന്ന് പോകും.
ഇനി ഡെസിമൽ ഡിജിറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ 10⁻⁻1, 10⁻², അങ്ങനെ തുടർന്ന് പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ വരുന്നത് 10⁻⁻1 ആണ്. ഇവിടെ 10⁻0 നിന്നാണ് തുടങ്ങുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ചോദ്യം നോക്കി തന്നെ 4 10⁻⁻1, 5 10⁻², 8 10⁻³ ആ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ബേസിക് കാര്യമാണ്. അതറിയാമെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എത്താവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടാം. 64² - 36² = 20x ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച ഒരു ഇക്വേഷനാണ് a² - b². a+b × a - b എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. a² - b² എന്നാണെങ്കിൽ അതിന് a+b × a - b എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നിരവധി പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. a² - b² എന്ന ഫോം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് a+b × a - b എന്ന് എഴുതാൻ പറ്റുമെന്ന കാര്യം ഓർക്കുക. ഇവിടെ 64² - 36² ആണ്. എയുടെ സ്ഥാനത്ത് ഇവിടെ 64 ആണ്, ബിയുടെ സ്ഥാനത്ത് ഇവിടെ 36. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 64 + 36 ഗുണിക്കണം 64 - 36 എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 20x ആണ്. 20x ആണ്. ഇവിടെ 64 + 36 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് 100 എന്നാണ് കിട്ടുക. അതേ ഗുണിക്കണം ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 8 വരും. 64 - 36 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കിവിടെ 8 വരും, ബാക്കി ഇവിടെ 28 എന്ന് വരും അല്ലേ. 64 - 36 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ 28 എന്ന് കിട്ടും. ബൈ 20 ചെയ്യുക. ഈ എക്സിൻ്റെ ഈക്വൽ ടു ഇവിടെ 20x ആണ്. അപ്പോൾ എക്സിൻ്റെ ടേംസിലേക്ക് വരുമ്പോൾ ബൈ 20 എന്നാവും. ഇത് ഇവിടെ വെട്ടിച്ചുരുക്കിയാൽ ഇവിടെ 5 എന്ന് വരും. 8 5 40, 10 10 14, 140. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ എന്താണ്? 64 - 36² = 20x എന്നാണ്. അതിനെ നമ്മൾ ആദ്യം തന്നെ a² - b² എന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. അതായത് a+b × a - b എന്ന് കൊണ്ടുവന്നു. അതാണ് ഇവിടെ 64 + 36 × 64 - 36 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 20x. എക്സിൻ്റെ ടൈമിലേക്ക് കൊണ്ടുവന്നു, വെട്ടിച്ചുരുക്കി, ഉത്തരം 140. ഇനി നമുക്ക് അടുത്ത ചോദ്യം. x + 1/x = 2 ആണ്. x + 1/x = 2 ആണ്. x² + 1/x² എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം a+b² എന്നത് എന്താണെന്ന് നമുക്കറിയാം. a² + b² + 2ab എന്നതാണ് a+b². അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലോജിക്കിൽ ഇവിടെ x² + 1/x² ആണ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ നമുക്ക് സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിലേക്ക് എത്തിക്കാം. അതായത് ഇവിടെ എയുടെ സ്ഥാനത്ത് x ആണ്, ബിൻ്റെ സ്ഥാനത്ത് 1/x ആണ്. അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇങ്ങേ സൈഡിൽ അത് 2² എന്നും വരും. അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വാല്യൂവിൽ ചേഞ്ച് വരും. അതുകൊണ്ട് വാല്യൂവിലൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ x + 1/x² ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ x² + 1/x² + 2 × x × 1/x ദാറ്റ് ഈസ് ഈക്വൽ ടു 2². അപ്പോൾ നമുക്കിവിടെ 4 എന്ന് കിട്ടും. ഇവിടെ നോക്കുക, x² + 1/x² എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇപ്പം a/b² ആണെങ്കിൽ നമുക്കവിടെ a²/b² എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ 1/x² എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1²/x² എന്ന് എഴുതാം. 1² എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്കവിടെ 1/x² എന്ന് എഴുതാം. പ്ലസ് എന്താണ്? ഈ എക്സും ഈ എക്സും വെട്ടിപ്പോയി, ഇവിടെ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഈ 4നെ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അപ്പോൾ നമുക്കവിടെ എന്താണ്? x² + 1/x² ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഈ 2നെ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 4 - 2 എന്ന് വരുന്നു. അപ്പോൾ x² + 1/x² നമുക്ക് എന്ത് കിട്ടി? 2 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് 2 എന്നതാണ്. ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ x² + 1/x² വാല്യൂ കിട്ടുക. അടുത്ത ചോദ്യം, x - 1/x = 2 ആണ്. അങ്ങനെയാണെങ്കിൽ x² + 1/x² എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നേരത്തെ നമ്മളിവിടെ x + 1/x എന്നാണ് നൽകിയിരുന്നത്. അപ്പോൾ ഇവിടെ x - 1/x ആണ്. നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ് a - b² എന്താണ്? a² - b² + b² - 2ab എന്നാണ് കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്കിവിടെ എ മൈനസ് ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കുക, എക്സ് മൈനസ് 1/x ഈസ് ഈക്വൽ ടു 2 എന്ന ഇക്വേഷൻ എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ഭാഗവും എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ഇവിടെ എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/x ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ 4 എന്ന് കിട്ടും. ഇവിടെ മൈനസ് ആണ് വേണ്ടത്. അപ്പം നമുക്കവിടെ എന്ത് കിട്ടി, നമുക്കവിടെ 4 എന്ന് കിട്ടി. അപ്പോൾ ഈ എക്സും എന്ത് ചെയ്തു, വെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഈ മൈനസ് 2നെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ -2 ആണ്, അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ +2 ആയിട്ട് മാറും. അപ്പം നമുക്കവിടെ 6 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി 6 എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇതൊക്കെ എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്, നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വരുന്ന പ്രിലിമിനറി എക്സാമിനേഷനിൽ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓർത്തിരിക്കണം ഏതൊക്കെ രീതിയിലാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്തുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 139, AB ഈസ് ഈക്വൽ ടു 50 എങ്കിൽ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ബൈ എ പ്ലസ് ബിയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 139 എന്ന് തന്നിട്ടുണ്ട്, എ ബിയുടെ വാല്യൂവും തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ എ പ്ലസ് ബി ഓൾ സ്ക്വയറിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നാണ് കിട്ടുക. ഇവിടെ നോക്കുക, ഈ ഒരു വാല്യൂ നമ്മുടെ കൈവശമുണ്ട് 139 നമ്മുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ എ ബിയുടെ വാല്യൂ നമുക്ക് 15 എന്നറിയാം, ആദ്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പ്ലസ് 2 ഇൻറ്റു 15 എന്ന് വരും. ഇതെന്താണ്, എ പ്ലസ് ബി ഓൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ 139 പ്ലസ് എന്ത് വരും, 139 പ്ലസ് 2 ഇൻറ്റു 50 അതായത് 30 വരും. അതായത് നമുക്കിവിടെ 169 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈ 169 എന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് ബി ഓൾ സ്ക്വയർ ആണ്. നമ്മൾക്ക് എ പ്ലസ് ബിയുടെ വാല്യൂം കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ബൈ എ പ്ലസ് ബി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർ 169 ആണെങ്കിൽ എ പ്ലസ് ബി എത്രയായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് 169 ആയിരിക്കും എന്ന് നമുക്കറിയാം. ഈ പറയുന്ന 169ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് 13 എന്നാണ് കിട്ടുക. 13 ഗുണിക്കണം 13 ആണ് 169. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 13 എന്നാണ് കിട്ടുക. അപ്പം നമുക്ക് എ പ്ലസ് ബി ഓൾ സ്ക്വയറിൻ്റെ വാല്യൂ ഉണ്ട്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂ ഉണ്ട്, എ പ്ലസ് ബിൻ്റെ വാല്യൂ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 ആണ്. അതുപോലെ തന്നെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 13 ആണ്. 169/13 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ 13 എന്നാണ് കിട്ടുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പം നമ്മൾ പഠിക്കുന്ന ഓരോ ബേസിക് കാര്യങ്ങളും നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ചിന്തിക്കുക, നമ്മൾ പഠിച്ച ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് നമ്മൾ ഒന്നും തന്നെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് കൊച്ചു ക്ലാസ്സിൽ മുതലേ നമ്മൾ പഠിച്ചതാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാത്ത ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ വളരെ പാടാന്ന് വെച്ചിട്ട് മാറ്റി നിർത്താൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളെല്ലാം തന്നെ എന്തായിട്ട് വരും, എളുപ്പമായിട്ട് വരും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു രീതി ഓർത്തിരിക്കുക. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്നതിൻ്റെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണെന്ന് ഓർത്തിരിക്കണം. എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണെന്ന കാര്യം ഓർക്കുക. ഇതെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഇത് മൂന്നും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു പോർഷനാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഭാഗത്തു നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മാത്സ് എന്ന് പറയുന്ന ഭാഗത്താകെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. മുൻകാല ചോദ്യപേപ്പറിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. ഓരോ ചോദ്യങ്ങളും നിങ്ങൾ സ്വയം ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്.
അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക്